ഇന്നത്തെ ഈവനിങ് സ്നാക്സ് നല്ല ചൂട് പഴംപൊരിയും ബീഫും ചായയുമാണ്. അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ 4 ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള കായ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരു കായയെ 3 സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ കോട്ടിംഗ് ആണ് ഇത് ഞാൻ മൈദാമാവും ജീരകം, വെള്ളം, പഞ്ചസാര, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ലൂസ് ആവാണ്ട് നോക്കണം. ഒരുപാട് ലൂസായാൽ നമുക്ക് കായിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഒരു സ്ലൈസ് എടുത്ത് കോട്ടിങ്ങിൽ മുക്കിയിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പീസസ് നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. എൻ്റെ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എണ്ണ ഒക്കെ കൂട്ടാം. അങ്ങനെ ഞാൻ ഇതെല്ലാം വറുത്തെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് പോലെ ഒന്ന് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കൂട്ടിയാണ് കഴിക്കുന്നത്. ബീഫ് കറിയുടെ റെസിപ്പി വേണ്ടവർ കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1 സൈഡ് ഓൾമോസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതെല്ലാം തിരിച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കോരിയെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഴംപൊരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ് പഴംപൊരി. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പഴംപൊരി ഈവനിങ് സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനോടൊപ്പം ചായയും കൂടി തയ്യാറാക്കുന്നുണ്ട്. ചായ അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആവാറായി. ഏലക്ക ചായയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തേയിലപ്പൊടിയും ഏലക്കായും മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. സോ ചായയൊക്കെ തിളച്ചു വന്നു. നമ്മളപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ആറ്റിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം. ഞങ്ങൾക്ക് 3 പേർക്ക് മതി ചായ. അപ്പം 3 ഗ്ലാസ്സുകളിലായിട്ട് ഞാൻ ചായ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഴംപൊരിയും ബീഫും ചേർത്താണ് കഴിക്കുന്നത്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. അത്രയ്ക്ക് ടേസ്റ്റി ആൻഡ് സ്വീറ്റാണ് ഈ പഴംപൊരി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അല്ല ഇതിങ്ങനെ കാണിച്ചത് വാനു